ആ ആ മഹാമായേ മക ദീതു ദരുശന മഹാമായേ മക ദീതു ദരുശന മക്തഹാവ തുഗിലി കൃപാദാന. ഞങ്ങള് ആര്യന്മാരല്ല, മറ്റേ ദ്രാവിഡരല്ല, ആര്യന്മാരാണ്. ശരിക്കും പറഞ്ഞ ഒറിജിൻ യൂറോപ്പാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെയല്ലേ ആര്യന്മാരുണ്ടായിരുന്നത്, അല്ലേ? ഇവിടെയല്ല, ഇന്ത്യക്കാരല്ല ഞങ്ങൾ ശരിക്കും. മഹാരാഷ്ട്രയുടെ പശ്ചിമ തീരത്തിന്റെ ബോംബെ മുതൽ തെക്ക് ഗോവയടക്കമുള്ള ഭാഗമായ കൊങ്ങിണി സമൂഹങ്ങൾ വ്യാപിച്ചു കിടന്നിരുന്ന കൊങ്കൺ തീരം 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാരുടെ അധിനിവേശ കാലത്ത് പീഡനങ്ങളും നിർബന്ധ മതപരിവർത്തനവും സഹിക്കാനാവാതെ കൊങ്കൺ പ്രദേശം വിട്ട് മംഗലാപുരത്തും കേരളത്തിലെ പലയിടങ്ങളിലേക്കും പലായനം ചെയ്ത കൊങ്ങിണി സമൂഹം. ഇതിൽ ഒരു വിഭാഗം ആളുകൾ കണ്ണൂർ ജില്ലയിലെ കയ്യിൽ, തലശ്ശേരി, ഭരണശ്ശേരി എന്നീ തീരപ്രദേശങ്ങളിൽ അധിവസിക്കാൻ ആരംഭിച്ചു. ഷേണായി, പ്രഭു, ഭട്ട്, കമ്മത്ത്, പൈ, കൊങ്ങിണി ക്രിസ്ത്യാനികൾ, പ്രാദേശികർ വട്ടക്കോളികൾ എന്ന് വിളിക്കുന്ന കർണാടകയിലെ ഭട്കലിൽ നിന്ന് വന്ന മുസ്ലിം വ്യാപാരികൾ, ഇവർക്കെല്ലാം പറയാനുള്ളത് ഒരേ ചരിത്രം തന്നെ. ನಮ್ಗೆ ಮೂಲ ಸ್ಥಾನ ಗೋವಾ ಜಲರ ಆम्ही ತೈಸಕುನು ಸ್ಪ್ಲಿಟ್ ಜಾವನು ಸ್ಪ್ಲಿಟ್ ಮಾಡಾರ 1 to 1 ಜಾವನು ആम्ही പൂരാ സ്റ്റേറ്റ് ಅಂತೂ ശീചി 1 to ജാവന സച്ച്. ശരിക്കും ഞങ്ങളെ മൂലസ്ഥാനം ഗോവ ആണ്. പക്ഷെ ഞങ്ങൾ സ്പ്ലിറ്റ് ആയിട്ട് എല്ലാ സ്റ്റേറ്റ്സിലും ഓൾ ഇന്ത്യ, കേരളത്തിൽ കുറച്ച് കുറവന്നെ ഞങ്ങളെ ഇത് എന്ന് പറഞ്ഞാല് ഇപ്പൊ കർണാടക സ്റ്റേറ്റിലാണ് അധികമാണ് ഞങ്ങളെല്ലാം താമസിക്കുന്നത്. പൈ, ഷെണൈ, കാമത്ത് വരുന്നുണ്ട്, പിന്നെ പ്രഭു വരുന്നുണ്ട്, ഷെണയ വരുന്നുണ്ട്, അങ്ങനെ കുറെ ടീം വരുന്നുണ്ട്. കൊങ്ങിണി ഫിലിം ഇന്ത്യയിൽ ആർക്കും മനസ്സിലാവൂല. ഞങ്ങൾ വന്ന ആള് ഞങ്ങളെ കന്നഡ അവർക്കും മനസ്സിലാവൂല. പിന്നെ ഞങ്ങൾ പെട്ടെന്നവർക്ക് മലയാളം സംസാരിച്ചാൽ നിങ്ങൾക്ക് ചിരിക്കുന്ന അങ്ങനത്തെ മലയാളമായിരിക്കും ഞങ്ങൾ മിക്സ് ആക്കി സംസാരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒതുക്കി ഒതുക്കി ജീവിച്ച്. പക്ഷെ ഇപ്പോഴത്തെ മക്കൾ അങ്ങനെയല്ല. ഞങ്ങൾ എന്താക്കി, ഞങ്ങളെ മക്കളെ വളർത്തുമ്പോ പഠിപ്പിച്ചു. ഉച്ചക്ക് ചോറുണ്ണാൻ പാ എന്ന് പറയില്ല. സമാരാധന ദൈവത്തിന്റെ ചോറാണ്, അത് എല്ലാവർക്കും കിട്ടണം. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇലയിടും. ഇപ്പൊ ഞങ്ങൾ സമാരാധനക്ക് ഞങ്ങൾ ഇലയിടും. ഇലയിട്ട് ഇങ്ങനെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കൾ തന്നെ സേവ ചെയ്യുന്ന ആള്. ഞാൻ പ്രൊഫസർ എ പി സുബൈർ. തലശ്ശേരിയെക്കുറിച്ച്, തലശ്ശേരിയുടെ ചരിത്രത്തെക്കുറിച്ച്, ഗതകാലത്തെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. സൗദി അറേബ്യയുടെ ചില ഭാഗങ്ങളിൽ നിന്ന്, അദർമൗത്ത് പോലെയുള്ള ഭാഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പേർഷ്യയിൽ നിന്നോ വന്ന ആളുകളാണ് അവിടെ താമസിച്ചിരുന്നത്. അവർ ഭട്കൽ പ്രദേശത്ത് ആയതുകൊണ്ട് അവർ നബാത്തി മുസ്ലിങ്ങളാണ്. അവരുടെ ഭാഷയും വ്യത്യാസമായിരുന്നു. അവർ പക്ഷെ എഴുതാൻ ഉപയോഗിക്കുന്നത് ഉറുദു ലിപിയായിരുന്നു. അവരുടെ ഭാഷ പ്രത്യേകമായ ഭാഷയായിരുന്നു. ഈ ഭാഷ സംസാരിക്കുന്നവർ അവിടെ നിന്ന് അവരുടെ വ്യാപാര സാധ്യതകൾ തേടി അവർ കേരളത്തിലേക്ക് വരികയും കേരളത്തിൽ ഉടനീളം, കണ്ണൂരിലായിരുന്നാലും തലശ്ശേരിയിലായിരുന്നാലും കോഴിക്കോടായിരുന്നാലും മറ്റു പട്ടണങ്ങളിലുമൊക്കെ ഇവർ മിക്കവാറും നടത്തിയിരുന്ന 2 തരം ബിസിനസ്സുകളാണ്. ഒന്ന് തുണി വ്യാപാരം, മറ്റൊന്ന് ഹോട്ടൽ. ഈ ഭട്കലുകളുടെ ഹോട്ടലുകൾ പലയിടത്തും, കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും അവർ വലിയൊരു ഹോട്ടൽ ശൃംഖല ഉണ്ടായിരുന്നതല്ല. അതുപോലെ തന്നെ തലശ്ശേരിയിലും ഇവിടെ പ്രധാനപ്പെട്ട ഹോട്ടലുകൾ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത്. ഇവിടെ അവർ തുണി വ്യാപാരത്തിലായിരുന്നത്, മൊത്ത തുണി വ്യാപാരത്തിലും അതുപോലെ തന്നെയുള്ള സ്റ്റേഷനറി വ്യാപാരത്തിലുമാണ് അവർ വ്യാപൃതരായിരുന്ന ആളുകളുണ്ടായിരുന്നത്. അങ്ങനെ മൊത്ത വ്യാപാരത്തിന് വന്ന മുഹമ്മദ് സാഹിബിൻ്റെ ഒരു പരമ്പര മാത്രമാണ് ഇന്നും മൊത്ത വ്യാപാരത്തിൽ തലശ്ശേരിയിൽ ഉള്ളത്.
दिल तुझे ते मोरी जला. കൊങ്ങിണിയുടെ ഫുഡ് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ മെയിൻ പോക്കാണ്. ഗോവൻസ് ആണെങ്കിലും മാംഗ്ലൂരിൽ നിന്നാണെങ്കിലും അവിടെ നിന്ന് ഡിസെൻഡ് ചെയ്തതല്ലേ ഞങ്ങൾ. അപ്പം ഞങ്ങൾക്കും പോക്ക് ഇസ് എ വെരി ഫേവറേറ്റ് ഡിഷ്. എന്ത് ഒക്കേഷൻസ് ഉണ്ടെങ്കിലും പോക്ക് അധികം ഉണ്ടാകാറുണ്ട്. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കൽക്കൽസ് ആണ്. കൽക്കൽസ് എന്ന് പറയും, കിഡിയോ എന്ന് പറയും. കൽക്കൽസ് അല്ലെങ്കിൽ കിഡിയോ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ കൽക്കൽസ് എന്ന് പറയും. ചിലർ കൽക്കൽസ് എന്ന് പറയും, ചിലർ കിഡിയോ എന്ന് പറയും. കിഡിയോ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ കീട് എന്ന് പറഞ്ഞാൽ പുഴു എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇതിനെ കാണുമ്പോൾ ഒരു പുഴുവിൻ്റെ ഷേപ്പൊക്കെ അല്ലേ, അപ്പം അതുകൊണ്ടാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മൈദമാവ് കൊണ്ട് കുഴച്ചിട്ട് എഗ്ഗ് ഇട്ടിട്ട് കുഴച്ചിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കും. എന്നിട്ട് അത് ഞങ്ങൾ ഫോക്കിലിട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക പരത്തിയിട്ട് അത് റോൾ ചെയ്തിട്ടെടുക്കും. അപ്പം അത് ചെറിയൊരു ഇങ്ങനെ വരയായിട്ട് പുഴുവിനെ പോലെ ഒരു വരയായിട്ട് നേരിയത്. അത് ചിലർ നീളത്തിലെടുക്കുമ്പോഴാണ് അത് പുഴു പോലെ കാണുന്നത്, അല്ലെങ്കിൽ ചെറുതാക്കിയിട്ടും എടുക്കാം ഫോക്കിൻ്റെ മുകളിൽ. പിന്നെ കോമിൻ്റെ മുകളിൽ പുതിയ കോം ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് വാങ്ങി വെക്കും. അപ്പം ഞങ്ങളെ ഫുഡ് ഐറ്റംസ് കുറേയൊക്കെ ഡിഷസ് വേറെ തന്നെയാണ്. കല്യാണങ്ങൾക്കൊക്കെ ആണെങ്കിലും മറ്റുള്ള ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കല്യാണ തലേന്ന് റോസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. ആ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞില്ലേ കറി വെക്കുന്നത് തന്നെ വലിയ കുമ്പളങ്ങ മുന്നിൽ പന്തലിൽ കൊണ്ടുവെക്കും. അത് മുതിർന്ന ആളാണ് അത് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്തിട്ട് അത് ഇറച്ചിയൊക്കെ ഇട്ടിട്ട് കല്യാണ തലേന്ന് ഞങ്ങൾ കറിയൊക്കെ വെക്കും. അതാണ് സ്പെഷ്യലായിട്ടുള്ള അന്നത്തെ തലേദിവസത്തെ കറി എന്ന് പറയുന്നത്. പിന്നെ റോസ് എന്ന് പറയുന്നത് തേങ്ങ പന്തലിൽ നിന്ന് തന്നെ തേങ്ങ പൊട്ടിക്കും, അതിൻ്റെ തേങ്ങാപ്പാലെടുക്കും. എന്നിട്ട് ആ പാലാണ് പിന്നെ പെണ്ണിൻ്റെ തലയിൽ തേച്ചു കൊടുക്കുന്നത്. അത് തേക്കുന്നതിന് പല പാട്ടുകളുണ്ട്. കൊങ്ങിണികളുടെ കല്യാണം എങ്ങനെയാ മനസ്സിലാവുന്ന വെച്ചാൽ ഈസി ആയിട്ട് മനസ്സിലാവും. അവരുടെ തലയിൽ ഒരു കനകാമ്പരം ഉണ്ടാവും. കനകാമ്പരം ഇല്ലാത്ത ഒരൊറ്റ കൊങ്ങിണീസിന്റെ കല്യാണം നടക്കൂല. അവർക്ക് എത്ര ആർഭാടുണ്ടെങ്കിലും ആ മുടിയിൽ ഓറഞ്ച് പൂവൽ ഇല്ലെങ്കിൽ അവർക്ക് സ്റ്റേജിൽ തന്നെ കയറാൻ സമ്മതിക്കത്തില്ല കുടുംബക്കാർ. കനകാമ്പരം എന്ന് വെച്ചാൽ മെയിൻ സംഭവമാണ്. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ കല്യാണം ക്ഷണിക്കാൻ ഞാൻ കൊങ്ങിണിയാണ്, നിങ്ങൾ കൊങ്ങിണിയാ വിചാരിക്കുക, ഞാൻ കല്യാണം ക്ഷണിക്കാൻ വന്നു, നിങ്ങൾ അവിടെ ഇല്ല. അപ്പൊ എന്താക്കുന്ന വെച്ചാൽ ഒരു കൊങ്ങിണിക്കാർ വന്നിട്ടുണ്ട്, അത് കൊങ്ങിണിയാണ് വന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു പച്ച ഇല എടുത്ത് ഗേറ്റിന്റെ അടുത്ത് വെക്കും. അതെന്താ, അത് നമ്മളൊരു സിമ്പിളാണ്. അതെന്താ, ഓൺലി ആ കൾച്ചറിന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അങ്ങനെ അപ്പൊ മാക്സിമം എന്താ അതാത് കൾച്ചറിലുള്ള ആൾക്കാരെ തന്നെ കെട്ടാൻ നോക്കും. പക്ഷെ ഇപ്പം കാലം മാറി. ഇപ്പം എന്താണ്, അതാത് കൾച്ചറിലല്ല. ഇപ്പൊ അറിയാമല്ലോ, നമ്മൾ ഒരിക്കലും കൾച്ചർ നോക്കിയിട്ടല്ല, കാലം കുറേയേറെ മാറി. അപ്പൊ ആളെ നോക്കിയിട്ട് മാരേജ് ചെയ്യുന്ന സിസ്റ്റം വന്നപ്പോഴത്തേക്കിനും ചെറുതായിട്ട് ആ ജനറേഷൻ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ കുറയുന്നുണ്ടോ അല്ലെങ്കിൽ തീരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഒരു ഇതുണ്ട്. മംഗലാപുരത്ത് വലിയ തോതിൽ കൊങ്ങിണി സംസ്കാരം വളർത്തിയെടുക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ ചെറിയ ശതമാനം മാത്രം വരുന്ന കൊങ്ങിണി വിഭാഗം അവരുടെ അറ്റുപോകുന്ന സംസ്കാരത്തെ സംരക്ഷിക്കാൻ പുതുതലമുറയെ ചേർത്തുപിടിക്കുന്നു. പാരമ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇവർ വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകളിൽ അവരുടെ രീതികൾ തന്നെ ഇന്നും പിന്തുടരുന്നു.